വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പ്ലാന്ററാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാധാ നഴ്സറി പോട്ടാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സിമെൻറ്റ് ബേസായിട്ട് കൊടുത്തിട്ട് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കണിൻ്റെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ആവശ്യം നമ്മൾ ഈ സൈസിലൊരു നഴ്സറി പോട്ടാണ് എടുക്കുന്നത്. പിന്നെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ല് ആണിത്, വൈറ്റ് ഷെയ്ഡിലുള്ളത്. പിന്നെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വൈറ്റ് സിമെൻറ്റ് വേണം. അത് ഈ ബ്രാൻഡിൻ്റെയാണ് ഞാൻ യൂസ് ചെയ്യണം, വൈറ്റ് മാക്സിൻ്റെ. 1 കിലോൻ്റെ പാക്കറ്റാണ് വാങ്ങിയ. പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രവും ഒരു സ്പൂണും, പിന്നെ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം, പിന്നെ സാൻഡ് പേപ്പർ, പിന്നെ ഒരു പഴയ തുണി, പിന്നെ നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ട കളർ. ഞാനിവിടെ എടുത്തേക്കണ അക്രിലിക് പെയിൻ്റാണ്, വാട്ടർ ബേസ്ഡ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോട്ട് ഒന്ന് സാൻഡ് ചെയ്യണം, ഒന്ന് റഫാക്കാൻ വേണ്ടിയിട്ട് സർഫസ്. അപ്പോൾ നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഉരക്കാം. അപ്പോൾ ഇത് ഉരച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പൊടി തട്ടിക്കളയാം. ഈ അകത്തെ കുറച്ച് ഭാഗം കൂടെ ഞാൻ സാൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ എൻഡും. അപ്പോൾ പോട്ട് നമുക്ക് സിമെൻറ്റ് ഇടാൻ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കണം. ഒരു 3 സ്പൂണ് സിമെൻറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ലൂസൊരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് ഈ തുണി ഇതിൽ മുക്കിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ വെക്കാനാണ് പോണത്. അപ്പോൾ ഈ തുണി എന്ന് പറയണത് ഒരു റെക്റ്റാങ്കിൾ പീസിൽ ഒരു പഴയൊരു തുണീൻ്റെ പീസാണ് എടുത്തേക്കണത്. ഈ പോട്ടിനേക്കാളും കുറച്ചും കൂടെ ലെങ്ത്ത് കൂടുതലായിരിക്കണം, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ പീസാണ് എടുത്തേക്കണത്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് ഇത് കുഴക്കാം. ഒരു കുറച്ച് ലൂസായിപ്പോയി. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ പൊടി ഇടുന്നുണ്ട്, കുറച്ച്. ഓക്കെ, അപ്പോൾ ഇതൊരു പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നമുക്കിനി ഈ തുണി ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും കവർ ചെയ്യാം. അപ്പോൾ ഈ മുക്കി വെച്ചത് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലായിടത്തും ആയെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഇത് നീറ്റായിട്ട് നമ്മൾ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പം ജസ്റ്റ് ഒന്ന് വലിഞ്ഞിട്ട് വേണം നമുക്ക് വേറൊരു ലെയർ ഇതിൻ്റെ മുകളിൽ കുറച്ച് കട്ടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അപ്പോൾ ഇതൊരു 5 മിനിറ്റത്തേക്ക് വെക്കാം. ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഈ കല്ല് ഓരോന്നായിട്ട് നമുക്ക് ആ തേച്ച പോർഷനിൽ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് പെയിൻ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ കളറ് മിക്സ് ചെയ്തെടുക്കണം. ഒരു ടെറാക്കോട്ട ഷെയ്ഡ് ഇങ്ങനെ എന്താ പറയുക ലൈറ്റായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗോൾഡ് വെച്ചിട്ട്
പെയിൻറ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് കളർ മിക്സ് ചെയ്തെടുക്കാം. ക്യാമലിൻ്റെ ആർട്ടിസ്റ്റ് അക്രിലിക് കളറിൻ്റെ സ്കാർലറ്റ് ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ നമ്മൾ യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഷെയ്ഡാണ് അടുത്ത് ഉപയോഗിക്കണം. പിന്നെ കുറച്ച് സാപ്പ് ഗ്രീൻ. അപ്പോൾ നമുക്കിനി പെയിൻറ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് ഇത് ഭയങ്കര ലൈറ്റ് ആക്കണുണ്ട്. കാരണം നമുക്കിനി ഗോൾഡ് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഓക്കെ, ഇനി നമുക്ക് ഈ കല്ലിൻ്റെ മുകളിൽ പെയിൻ്റ് ആയത് കളയാൻ വേണ്ടിയിട്ടൊരു സ്പോഞ്ച് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി അത് തുടക്കുക. ഇനി നമുക്ക് ഗോൾഡ് പെയിൻ്റാണ് എടുക്കുന്നത്. ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് കളേഴ്സിലെ ഗോൾഡ് ഷെയ്ഡാണ് എടുക്കുന്നത്. അതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വേറെ ഒരുപാട് പ്ലാന്റേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ അവിടെ പോകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.